ഞാനിപ്പോൾ കാട്ടാക്കട DSP ഓഫീസിന് പ്രവർത്തിക്കുകയാണ്. ഞാൻ എൻ്റെ മകളുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തു. മകളുടെ വീട്ടിലെ കുറേ സാധനങ്ങൾ മോഷണം പോയത് തിരികെ പിടിച്ചു തരണം എന്നുള്ള ആവശ്യപ്രകാരമാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പോൾ മുഖ്യമന്ത്രിക്കാണ് ഞാൻ കൊടുത്തത്. മുഖ്യമന്ത്രി DSP ഓഫീസിൽ കാട്ടാക്കടയ്ക്ക് അയച്ചു. എന്നോട് 11 മണിക്ക് മുമ്പ് വരാൻ പറ്റുമെന്ന് ചോദിച്ചില്ല. 11 മണിക്ക് ശേഷം വരാമെന്ന് പറഞ്ഞു. ഞാനിവിടെ 11:30 തന്നെ വന്നപ്പോൾ DSP ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിയൊക്കെ ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്തില്ല, പുറത്തു പോയി. ഇവിടെ ഏതോ ജാഥ നടക്കണം, അങ്ങനെ എന്തൊക്കെ. ഇത്രയും സമയം എനിക്ക് 70 വയസ്സുണ്ട്. എന്നെ ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഇങ്ങനെ ഓരോ മനുഷ്യരെയും ഈ ഗവൺമെൻറ്റിൽ നിന്ന് വൻ തുകകൾ ശമ്പളം പറ്റുന്നവരാണ്. അവരെ വിളിച്ച് വരുത്തി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് ഒരു മഹാകഷ്ടമായ കാര്യമാണ്. പോലീസ് സ്റ്റേഷനിലായാലും ശരി, DSP ഓഫീസിലായാലും സർക്കിളിൻ്റെ ഓഫീസിലായാലും അവർ വലിയ ഗമ കാണിച്ച് അവരുടെ തലയിൽ കൂടെയാണ് ഈ ഭൂമി കറങ്ങുന്നത്. നമ്മളെ വെല്ലാൻ ആരുമില്ല, നമ്മളാണ് രാജാവ് എന്നൊരു തോന്നലോട് കൂടി ഞാൻ ഇപ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്, കാണിച്ചു തരാം സ്റ്റേഷൻ. അങ്ങനെ ഒരു തോന്നൽ അവരുടെ മനസ്സിൽ തോന്നി വലിയ അഹംഭാവത്തോടു കൂടി ഇവർ പോകുന്നു. ഇങ്ങനെയാണോ ഇവർ മനുഷ്യനെ സേവിക്കേണ്ടത്? ഒരു പോലീസ് സ്റ്റേഷൻ വച്ചിരിക്കുന്നത് നീതി ന്യായം നടപ്പിലാക്കാൻ. അവർ സ്റ്റേഷനിൽ ഒരാളെ വിളിച്ചു വരുത്തിയാൽ വേണ്ട, ഞാൻ നിൽക്കുന്ന അവരെ വിളിച്ചു വരുത്തിയാൽ ഒരു അരമണിക്കൂറിനപ്പുറം അവരവിടെ ഇരുത്തിക്കുന്നത് ശരിയല്ല. മറ്റൊരു കേസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാം. അവർ നമ്മളെ അധികം മുഷിപ്പിക്കാത്ത രീതിയിൽ, ഇരുത്തി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. എനിക്കാണെങ്കിൽ മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ്. ഞാൻ മരുന്നൊന്നും എടുത്തിട്ടില്ല. 11:30 വന്ന് ഉടൻ തന്നെ പോകാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നത്. ഞാൻ ഏതാണ്ട് വീട്ടിൽ നിന്ന് 11 തിരിച്ച് ഏതാണ്ട് 11:30 ഇവിടെ എത്തി. 12 മണിയായി, 1 മണിയായി, ഇപ്പോൾ 2 മണിയാവാൻ പോണു. 2:40 അല്ലേ, സോറി, ഇപ്പോൾ മണി 2 ഇത്രയും സമയം എന്നെ ഇവിടെ ഇരുത്തി കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംവിധാനങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. 50,000 രൂപയൊന്നുമല്ല. ഈ DSPക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും 1,00,000 രൂപയെങ്കിലും ശമ്പളം കാണും. ഇത്രയും ശമ്പളം വാങ്ങിച്ചിട്ട് ന്യായമായ രീതിയിൽ അത് SI ആയാലും ശരി, ഈ ഒരു ഇന്നത്തെ എൻ്റെ ഒരു കാര്യം കൊണ്ടല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഗവൺമെൻറ് അറിയേണ്ട കാര്യമാണ്. ഏത് രീതിയിൽപ്പെട്ട കേസിനായാലും ഒരു ഓഫീസിൽ, സർക്കിളിൻ്റെ ഓഫീസിലായാലും ശരി, SIയുടെ ഓഫീസിലായാലും ശരി, DSP ഓഫീസിലായാലും വന്നു കഴിഞ്ഞാൽ അവർ മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ഇത്തരത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു സംവിധാനം എന്താ ചെയ്യും? കഷ്ടം. ഇതൊക്കെ ഗവൺമെൻറ് റൂൾസ് കൊണ്ടുവരണം. അവരെ വിളിച്ചു വരാൻ സംസാരിക്കാൻ സമയത്ത് വിളിച്ചു വരുത്തിയാൽ മതി. അല്ലാതെ എന്തിനാണ് ഇവർ വിളിച്ചു വരുത്തുന്നത്? അവരെ കൊണ്ട് കഴിയുമെങ്കിൽ അവരുടെ സമയം അവരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കാൻ കഴിയുന്ന സമയത്ത് വിളിച്ചു വരുത്തിയാൽ പോരെ? ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഗവൺമെൻറ് അറിയേണ്ട കാര്യമാണ്. DSP ആയാലും ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് ഒരു കഷ്ടമാണ്. അവർക്ക് സമയമില്ലെങ്കിൽ വിളിക്കണ്ട, അവരുടെ ടൈം ഉള്ളപ്പോൾ വിളിച്ചാൽ മതി. ഞാൻ 11:30 മുതൽ ഇതിപ്പോൾ 2 മണിയായി. ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പാടില്ല, അതെന്ന് വിഷമിക്കുക. ഇത്തരത്തിലുള്ള ഒരു കഷ്ടം. അതാണ് ഞാൻ ആട്ട വിളിച്ചാണ് വന്നത്. ആട്ട വിളിയിൽ നിൽക്കുക.
ഇന്നത്തെ കാലത്ത് ഒരു ആട്ടയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ 1 മണിക്കൂർ അരമണിക്കൂറിൽ കൂടുതൽ വെയിറ്റിംഗ് ചെയ്യിക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരു നിയമം ഇതിനു വേണ്ടി ഉണ്ടാക്കുക. ഏത് എസ് പി ആയാലും ശരി, ഏത് ഡി എസ് പി ആയാലും ആരായാലും രാജാക്കന്മാരെല്ലാവരും ഇനി രാജാവായാൽ തന്നെയും മനുഷ്യനോട് കരുണയും ദയയും കാണിക്കുക, മനുഷ്യരോട് മനുഷ്യനായി പെരുമാറുക. അവരെയൊക്കെ ഇതുവരെ ഉപദ്രവിക്കുന്നതും പിടിച്ചു നിർത്തുന്നതിനൊക്കെ ഒരു സമയം വേണം. എൻ്റെ പരാതി അവതരിപ്പിക്കേണ്ട സമയത്ത് അത് ചെയ്യാൻ എനിക്ക് കഴിയാതെ വരുന്നു. ഞാനിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ പറയും? ഞാൻ വിശന്നു തുടങ്ങി വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉപദ്രവം യാതൊരു കാരണവശാലും ഗവൺമെൻറ് ചെയ്യരുത്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംവിധാനങ്ങൾ വേണം. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം വേണം. അവർ ശമ്പളം കൊടുക്കണമെങ്കിൽ ജോലി ചെയ്യിക്കണം. ഇനി ഏത് ജാഥ വന്നാലും, ഏത് കൊലപാതകം വന്നാലും, ഏത് എമർജൻസി വന്നിരുന്നാലും ഒരാളെ വിളിച്ചു വരുത്തിയാൽ അത് സംസാരിച്ചിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. ഇത് ചെയ്യുന്ന എല്ലാ സ്റ്റേഷനിലും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. SI ആയാലും ശരി, സർക്കിളായാലും ശരി, DSP ആയാലും ശരി, ആരായിരുന്നാലും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും. ഒരു പരാതിക്കാരനെ ആയാലും ആരായിരുന്നാലും, കുറ്റക്കാരനായാലും കുറ്റക്കാരനല്ലാത്ത ആളിനായാലും വിളിച്ചു വരുത്തിയിട്ട് അവരങ്ങ് ഭയങ്കര ഗമയിൽ ഇറങ്ങി അങ്ങ് പോവുക. അപ്പുറത്ത് പോയി ഒന്ന് കാല് തട്ടി വിടാനുള്ളൂ മനുഷ്യൻ്റെ കാര്യം. അവൻ്റെ കഥ തീർന്നു.